നമസ്കാരം, ഞാൻ ശ്രീവേൽ മുരുകൻ വാമദേവൻ ഫ്രം അരിസോണാസ് കുഞ്ഞൻസ് ഫാമിലി. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലെത്തിയിരിക്കുന്നത് നമ്മളുടെ നാട്ടിലെ 8, 9, 10, 11, 12 ക്ലാസ്സുകളിലെ കുട്ടികൾക്ക് ആവശ്യമായ ഗണിതശാസ്ത്ര പാഠഭാഗം ദ്വിമാന സമവാക്യങ്ങൾ അഥവാ ക്വാഡ്രാറ്റിക് ഇക്വേഷൻസുമായാണ്. കുട്ടികൾക്ക് അവരുടെ മത്സര പരീക്ഷകളിലോ അല്ലെങ്കിൽ അവരുടെ സ്കൂൾ എക്സാംസിനോ ഒക്കെ വളരെ ഉപയോഗപ്രദമായേക്കാവുന്ന വളരെയധികം മാർക്ക് സ്കോർ ചെയ്യുവാൻ കഴിയുന്ന തരത്തിൽ വളരെ എളുപ്പത്തിൽ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ അവതരിപ്പിക്കുകയാണ് ഈ വീഡിയോയുടെ ലക്ഷ്യം. ഇതുവരെ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ ആൻഡ് പ്രസ് ദ ബെൽ ഐക്കൺ ഫോർ ഫ്യൂച്ചർ വീഡിയോസ്. ക്വാഡ്രാറ്റിക് ഇക്വേഷൻ അഥവാ ദ്വിമാന സമവാക്യങ്ങൾ എന്ന ഈ പാഠഭാഗത്തിൽ നമ്മൾ ഏറ്റവും ആദ്യം അറിഞ്ഞിരിക്കേണ്ടത് ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ സാമാന്യ രൂപം അഥവാ അതിന്റെ ജനറൽ ഫോം എന്ത് എന്നതിനെ കുറിച്ചാണ്. ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ ജനറൽ ഫോം എന്നത് ax² + bx + c = 0 എന്നും ഒപ്പം നമ്മൾ ചേർത്ത് നിർത്തേണ്ട ഒരു കണ്ടീഷൻ അല്ലെങ്കിൽ ഒരു വ്യവസ്ഥ എന്ന് പറയുന്നത് എ ഒരു കാരണവശാലും 0 പാടില്ല. എ 0 എന്ത് സംഭവിക്കും എന്ന് ചോദിച്ചാൽ ഈ ഒരു പ്രത്യേക ടേം 0 ആയി മാറും. അതുകൊണ്ട് തന്നെ ഇതിനെ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്ന് പറയാൻ കഴിയില്ല. ഈ ഒരു bx + c മാത്രമായി എഴുതിയാൽ അത് ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ അല്ല. കാരണം അവിടെ ഉള്ള വേരിയബിൾ അല്ലെങ്കിൽ ചരം എന്ന് മലയാളത്തിൽ പറയും, അതിന്റെ ഡിഗ്രി 1 ആണ് അല്ലെങ്കിൽ പവർ കൃതി 1 ആണ്. അതുകൊണ്ട് അതിന്റെ പേര് പിന്നെ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്ന് അല്ല. അപ്പൊ ഒരു ax² + bx + c = 0 എന്ന് പറയുന്ന ആ ഒരു ഇക്വേഷൻ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്ന് ഉറപ്പിച്ചു പറയണമെങ്കിൽ ഉറപ്പായും എയുടെ വില ഇവിടുത്തെ x² എന്ന പദത്തിന്റെ കോഎഫിഷ്യന്റ് അല്ലെങ്കിൽ ഗുണോത്തരം എന്ന് നമുക്ക് വിളിക്കാം, അത് ഉറപ്പായും 0 അല്ലാതെ ഇരിക്കണം. ഇനി നമുക്ക് ക്വാഡ്രാറ്റിക് ഇക്വേഷനുമായി ബന്ധപ്പെട്ട് പറയാൻ വളരെ എളുപ്പത്തിൽ പറയേണ്ടത് എങ്ങനെയൊക്കെ നമുക്ക് ഈ ക്വാഡ്രാറ്റിക് ഇക്വേഷനെ സോൾവ് ചെയ്യാം. നമ്മൾ എപ്പോഴും എന്തിനെ കുറിച്ച് പഠിക്കുമ്പോഴും നമ്മൾ ഗണിതശാസ്ത്രത്തിൽ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് ഇക്വേഷൻസിനെ കുറിച്ച് പഠിക്കുമ്പോൾ എങ്ങനെ ആ ഇക്വേഷൻസിനെ സോൾവ് ചെയ്യാം, അല്ലെങ്കിൽ മൊത്തത്തിൽ പറഞ്ഞാൽ ഗണിതശാസ്ത്രം പഠിക്കുമ്പോൾ നമ്മളൊരു പ്രശ്നത്തിനെ എങ്ങനെ സോൾവ് ചെയ്യാം, അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഗണിതശാസ്ത്രം പഠിക്കുന്നത്. എപ്പോഴും നമ്മൾ സ്വയം ചോദിക്കേണ്ട ഒരു ചോദ്യമാണ് എന്തിനാണ് ഞാൻ ഇത് പഠിക്കുന്നത് എന്നാണ്. അപ്പോൾ നമ്മൾ ഒരു ഇക്വേഷൻ നമ്മൾ ഫോം ചെയ്ത് കഴിഞ്ഞാൽ, ഒരു ഇക്വേഷൻ നമ്മൾ ഒരു പ്രശ്നവുമായി ബന്ധപ്പെട്ട് മോഡൽ ചെയ്തെടുത്തു കഴിഞ്ഞാൽ പിന്നെ ആ ഇക്വേഷനെ എങ്ങനെ സോൾവ് ചെയ്യാം എന്നതിനെ കുറിച്ചാണ് നമ്മൾ കൂടുതൽ ചിന്തിക്കേണ്ടത്. അപ്പോൾ ഈ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷനെ സോൾവ് ചെയ്യാനുള്ള മാർഗങ്ങൾ പ്രധാനമായും നമുക്ക് ഉള്ള മാർഗങ്ങൾ, ഒന്ന് കംപ്ലീറ്റിംഗ് സ്ക്വയർ എന്ന ഒരു മാർഗം ഉപയോഗിക്കാം. കംപ്ലീറ്റിംഗ് സ്ക്വയർ, ഇതിനെ മലയാളത്തിൽ പൂർണ്ണവർഗമാക്കൽ എന്ന ഒരു ഭാഗത്തിൽപ്പെടുത്താം, അല്ലെങ്കിൽ അതിനെ അങ്ങനെ പേര് വിളിക്കാം. 2, നമുക്ക് ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ ഫോർമുല ബൈ ഫോർമുല. ഓക്കെ, അപ്പൊ നമുക്ക് ഈ 2 മാർഗം ഉപയോഗിക്കാം. മൂന്നാമത്തെ ഒരു ഭാഗമാണ് ഗ്രാഫ്. ഞാൻ ഇന്ന് കൂടുതൽ നിങ്ങളോട് ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ കൂടുതൽ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ഉദ്ദേശിക്കുന്നത് ഗ്രാഫും അതുമായി ബന്ധപ്പെട്ട കുറച്ച് പദങ്ങളുമാണ്. അത് നിങ്ങൾ പഠിച്ചു വെച്ചിരുന്നാൽ നിങ്ങളുടെ ഉയർന്ന ക്ലാസ്സുകളിലേക്ക് എപ്പോഴും നിങ്ങൾ ഓർക്കുക, നിങ്ങൾ കണക്കുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും വിഷയങ്ങളാണ് നിങ്ങളുടെ ഉന്നത വിദ്യാഭ്യാസത്തിൽ തിരഞ്ഞെടുക്കുന്നതെങ്കിൽ നിശ്ചയമായും നിങ്ങൾ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ വളരെ നല്ലവണ്ണം പഠിച്ചിരിക്കണം. കാരണം അവിടെ ഒക്കെ വളരെയധികം സ്ഥലങ്ങളിൽ നിങ്ങൾക്ക് ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ ആപ്ലിക്കേഷൻസ് ഉയർന്നു വരാൻ സാധ്യതയുണ്ട്. അത് മാത്രമല്ല, നിങ്ങൾ എൻട്രൻസ് പോലുള്ള പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവരാണെങ്കിൽ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ വളരെ നല്ലവണ്ണം നിങ്ങൾ പഠിക്കുന്നത് നല്ലതായിരിക്കും. ഞാൻ ഈ കംപ്ലീറ്റിംഗ് സ്ക്വയറിനെ കുറിച്ചോ ബൈ ഫോർമുലയെ കുറിച്ചോ കൂടുതലൊന്നും പറയുന്നില്ല. നിങ്ങൾക്ക് കൂടുതൽ ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ വേണമെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട പ്രത്യേക വീഡിയോസ് നിങ്ങൾക്ക് എൻ്റെ ലിങ്കിൽ അവൈലബിൾ ആണ്, നിങ്ങൾക്ക് അവിടെ പരിശോധിക്കാം. ഇനി നമുക്ക് ഗ്രാഫിനെ കുറിച്ച് പഠിക്കാം. നമ്മൾ ഒരു ഗ്രാഫ്, ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ ഗ്രാഫ് എപ്പോ വരച്ചാലും, ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ ജനറൽ ഫോമിനെ നമ്മൾ y = ax² + bx + c എന്ന് എഴുതുന്നു. ഇപ്പോൾ സപ്പോസ് ഞാൻ ആ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ജസ്റ്റ് y = ax² എന്ന് മാത്രമാണ് എഴുതുന്നെന്ന് കരുതുക. ഓക്കെ, അപ്പോൾ എനിക്ക് അതിന്റെ ഗ്രാഫ് വരച്ചെടുക്കാൻ കഴിയുന്നത് സപ്പോസ്
ഉദാഹരണത്തിന് ഇങ്ങനെ ഒരു ഗ്രാഫ് ആയിരിക്കും എനിക്ക് കിട്ടുക. ഓക്കെ, ഇനി ഈ ഗ്രാഫിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എയുടെ വില അനുസരിച്ചാണ് ഗ്രാഫിന് ഷേപ്പ് ഇരിക്കുന്നത്. ഒന്നുകിൽ ഗ്രാഫ് ഇങ്ങനെയാകാം, അല്ലെങ്കിൽ ഗ്രാഫ് ഇങ്ങനെയാകാം. രണ്ടും ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ ഗ്രാഫ് ആണ്. ഇതിന് വിളിക്കുന്ന പേരാണ് പരാബോള. ഓക്കെ, അപ്പോൾ എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ്, ഞാൻ y ഈക്വൽ ടു എ എക്സ് സ്ക്വയർ മാത്രം പരിഗണിച്ചൊരു ഗ്രാഫ് വരച്ചു. അപ്പോൾ ഈ ഗ്രാഫിനെ വിളിക്കുന്ന പേരാണ് പരാബോള. ഓക്കെ, നമുക്ക് കൂടുതൽ ഗ്രാഫിലേക്ക് തന്നെ പോകാം. അപ്പോ ഞാൻ ഒരു ഗ്രാഫ് വരയ്ക്കുകയാണ്. മനോഹരമായ ഒരു ആക്സിസ് വരയ്ക്കാൻ കഴിഞ്ഞു. ഓക്കെ, ദിസ് ഈസ് എക്സ് ആക്സിസ് ആൻഡ് ദിസ് ഈസ് വൈ ആക്സിസ്. ഞാനൊരു ഗ്രാഫ് വരയ്ക്കുകയാണ്. y is equal to ax സ്ക്വയർ. സോ എന്റെ ഗ്രാഫ് ഇങ്ങനെയാണ് വന്നതെന്ന് ഇരിക്കട്ടെ, അല്ലെങ്കിൽ എന്റെ ഗ്രാഫ് ഇങ്ങനെയാണ് വന്നതെന്ന് ഇരിക്കട്ടെ. രണ്ട് ഗ്രാഫും ഒരേ ഷേപ്പിലുള്ളതാണ്. പക്ഷെ അതിന്റെ വ്യത്യാസം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് ഓപ്പൺ അപ്വേർഡ്, ഒന്ന് ഓപ്പൺ ഡൗൺവേർഡ്. എങ്ങനെ അത് സംഭവിക്കാം? y ഈക്വൽ ടു എ എക്സ് സ്ക്വയർ എന്ന ഈ ഇക്വേഷനിൽ എയുടെ വില പോസിറ്റീവ് ആണെങ്കിൽ, അതായത് എയുടെ ഗുണോത്തരം, കോഎഫിഷ്യന്റ് ആണല്ലോ എ, നോട്ട് എയുടെ ഗുണോത്തരം എന്നല്ല പറയേണ്ടത്, എയുടെ ചിഹ്നം പോസിറ്റീവ് ആണെങ്കിൽ എന്ത് സംഭവിക്കും? നമുക്ക് ഈ ഗ്രാഫ് കിട്ടും. ഇനി എയുടെ വില നെഗറ്റീവ് ആണെങ്കിലോ, എ ലെസ് ദാൻ 0 ആണെങ്കിലോ നമ്മുടെ ഗ്രാഫ് ഇതായിരിക്കും. ഓക്കെ, ഇത്രയും അറിഞ്ഞിരിക്കുക. അപ്പോ ഏത് ഗ്രാഫ്, ഇക്വേഷൻ എന്ത് തന്നെ ആയിക്കോട്ടെ, അതൊരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ആണെങ്കിൽ അവിടെ എയുടെ സൈൻ നോക്കുക. എയുടെ സൈൻ പോസിറ്റീവ് ആണെങ്കിൽ ഉറപ്പിക്കുക ഓപ്പൺ അപ്വേർഡ്, എയുടെ വില നെഗറ്റീവ് ആണെങ്കിൽ ഉറപ്പിക്കുക ഓപ്പൺ ഡൗൺവേർഡ്സ്. ഓക്കെ, ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. സോ അത്രയും കാര്യങ്ങൾ അറിഞ്ഞിരുന്നാൽ നമുക്ക് മറ്റു ചില വിശേഷങ്ങളിലേക്ക് കൂടി പോകാം. ഇനി ഇവിടെ എനിക്കൊരു ഗ്രാഫ് ഉണ്ട്. ഗ്രാഫിൽ ഞാൻ പുതുതായി നിങ്ങളെ പരിചയപ്പെടുത്തുന്ന ചില പദം, ഓക്കെ, ഗ്രാഫ് ടേൺ ചെയ്യുന്ന പോയിന്റ്. ഇപ്പൊ ഉദാഹരണത്തിന് ഞാൻ ഒരു റിയൽ വേൾഡ് എക്സാമ്പിൾ പറയാം. ഞാൻ ഒരു വണ്ടി സ്റ്റാർട്ട് ചെയ്ത് ഞാൻ ആദ്യം സഞ്ചരിച്ചത് ഒരു ഹൈവേയിലാണ് എന്ന് കരുതുക. ഹൈവേയിലായിരുന്നപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെയൊക്കെ ഒരു ഡ്രൈവിംഗ് സ്വഭാവം വെച്ച് നോക്കുമ്പോൾ ഹൈവേയിൽ നമ്മൾ കുറച്ച് ആളില്ലാത്ത ഒരു ദിവസമാണെങ്കിൽ ഹൈവേയിൽ കുറച്ച് നല്ല സ്പീഡിൽ ഡ്രൈവ് ചെയ്യും. ഓക്കെ, അപ്പോ എന്റെ വീട് ദേ ഇവിടെയാണ്. ഇവിടെ മുതലാണ് ഹൈവേ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോ എന്റെ വീട്ടിൽ നിന്ന് തുടങ്ങി ആദ്യം കുറെ നല്ല റോഡായിരുന്നു, ബട്ട് പിന്നീട് അങ്ങോട്ട് കുറച്ച് മോശം റോഡായി. ഓക്കെ, സോ ഞാൻ ഇങ്ങനെയാണ് വന്നതെന്നിരിക്കട്ടെ. ഇവിടുന്ന് തുടങ്ങി മാന്യമായി സഞ്ചരിച്ചു, നല്ല മാന്യമായ സ്പീഡിൽ വന്നു. അതിനുശേഷം റോഡ് മോശമായപ്പോൾ എന്റെ സ്പീഡിന് സ്വാഭാവികമായിട്ടും താഴ്ചയുണ്ടാകും, അല്ലെ? അല്ലെങ്കിൽ എന്റെ സ്പീഡ് സ്വാഭാവികമായിട്ടും കുറയും. അതിനുശേഷം ഈ ഒരു പർട്ടിക്കുലർ പോയിന്റിൽ ഞാൻ ഹൈവേയിലേക്ക് കയറുകയാണ്. ഹൈവേയിലേക്ക് കയറി സ്വാഭാവികമായിട്ടും നമ്മളുടെയൊക്കെ സ്വഭാവം അനുസരിച്ച് നമ്മളുടെ സ്പീഡ് കൂടും. അങ്ങനെ സ്പീഡ് കൂടി. ഇനി അങ്ങനെ ഒന്ന് ചിന്തിച്ചു നോക്കും, ആ ഒരു യാത്ര ചിന്തിച്ചു നോക്കും. ആ യാത്രയെ ചിന്തിച്ചതിന് ശേഷം നമ്മൾ കവർ ചെയ്യുന്ന ഡിസ്റ്റൻസും നമ്മുടെ സ്പീഡുമായി കണക്ട് ചെയ്തൊന്ന് ഗ്രാഫ് വരച്ച് നോക്കിയാൽ ആ ഗ്രാഫ് വരുന്നത് ദേ ഇങ്ങനെ ഒരു പാത്തിലായിരിക്കും. ഓക്കെ, അപ്പൊ ഇങ്ങനെ വരുന്ന പാത്ത്, ഈ ഒരു ഗ്രാഫ് എന്തിന്റെ ഗ്രാഫ് ആണെന്ന് നമുക്കറിയാം. നമ്മൾ ദ്വിമാന സമവാക്യങ്ങൾ അഥവാ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ പഠിക്കുന്നുണ്ട്. നമുക്കറിയാം ഇങ്ങനെ ഒരു ഗ്രാഫ് കണ്ടാൽ അതൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ ഗ്രാഫാണ്. ആ ഗ്രാഫിന്റെ പേര് പരാബോള എന്നാകുന്നു. ഇത്രയും കാര്യങ്ങൾ നമുക്കറിയാം. ഓക്കെ, ഇനി നമുക്ക് ഈ ഗ്രാഫിന്റെ കുറച്ച് വിശദ വിവരങ്ങൾ പഠിക്കാൻ ശ്രമിക്കാം. എന്താണ് ഈ പോയിന്റിന്റെ പ്രത്യേകത? ഈ പോയിന്റിന് പറയുന്ന പേരാണ് വെർട്ടെക്സ്.
വെർട്ടെക്സ് ഓഫ് ദി പരാബിള. ഓക്കെ, വെർട്ടെക്സ്. ഓക്കെ, അല്ലെങ്കിൽ ടേണിംഗ് പോയിന്റ് എന്ന് നിങ്ങൾ കുറച്ചുകൂടെ ഹയർ ലെവൽ ആൾജിബ്രയിൽ പഠിക്കും. അപ്പോൾ തൽക്കാലം വെർട്ടെക്സ് എന്ന് പഠിക്കുക. വെർട്ടെക്സ്. ഓക്കെ, സോ ഇനി എങ്ങനെ ഈ വെർട്ടെക്സ് കണ്ടുപിടിക്കാം? വെർട്ടെക്സ് എന്ന് പറഞ്ഞാൽ ഇതൊരു XY പ്ലെയിൻ ആണല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിന് നമ്മൾ ഇങ്ങനെ തിരിച്ചു കഴിഞ്ഞാൽ എന്താ, ഒരു X കോർഡിനേറ്റും അതുപോലെ ഒരു Y കോർഡിനേറ്റും ഉണ്ടാകും. ഓക്കെ, ഞാൻ അപ്പോ ആ കോർഡിനേറ്റ്സിനെ ഒന്ന് ജനറലൈസ് ചെയ്തിട്ട് H,K എന്ന് എഴുതുകയാണ്. അപ്പോൾ ഒരു പരാബിളയുടെ വെർട്ടെക്സ് അല്ലെങ്കിൽ നമ്മൾ ടേണിംഗ് പോയിന്റ്, ആ പർട്ടിക്കുലർ പോയിന്റിൽ നമ്മളിപ്പോ നമ്മളൊക്കെ മാവിൽ എറിഞ്ഞിട്ടുള്ളവരാണ്. മാവിൽ ഒരു കമ്പ് എറിയുമ്പോൾ സ്വാഭാവികമായിട്ടും അതിന് കൊഴി എന്നാണ് നമ്മുടെ നാട്ടിലൊക്കെ പറയുന്നത്. അപ്പോൾ ആ ഒരു കൊഴി എറിയുമ്പോൾ സ്വാഭാവികമായിട്ടും ദേ ഇവിടെ നിൽക്കുന്ന ഒരാള് അയാൾ കൊഴി എറിയുകയാണ്. ഇവിടെ നിൽക്കുന്ന ഒരു മാങ്ങ, ഓക്കെ, സപ്പോസ് ഇതൊരു മാങ്ങ ആണെന്ന് കരുതുക. ഇയാൾ എറിയുമ്പോൾ ഈ സാധനം ദേ ഈ ഒരു പാത്തിലാണ് വരുന്നത്. അപ്പോൾ ഡിപ്പെൻഡ്സ് ഓൺ ദ പ്രഷർ അയാൾ ആക്ട് ചെയ്യുന്നതിനനുസരിച്ച് അയാളുടെ ഏറ് ആ മാങ്ങയിൽ കൊള്ളാൻ ഉള്ള സാധ്യതകൾ ഡിഫറെന്റ് ആണ്. ഓക്കെ, അപ്പൊ ആ ഒരു കർവ് നമ്മൾ പരിശോധിച്ചാൽ നമുക്ക് കിട്ടുന്ന ഒരു കർവ് ദേ ഇങ്ങനെയായിരിക്കും. അപ്പൊ നമ്മുടെ മാവിൽ നമ്മൾ എറിഞ്ഞിട്ടുള്ള ഏറുകൾ ഓരോന്നും ഒരു പരാബിളയുടെ ഷേപ്പിലാണ് സഞ്ചരിച്ചിരുന്നതെന്ന് ഇപ്പോൾ അറിയുമ്പോൾ ഒരു പക്ഷേ നിങ്ങൾക്ക് കുറെയൊക്കെ അത്ഭുതം തോന്നുമായിരിക്കും. അതിലുപരി കുറെ സന്തോഷവും തോന്നുമായിരിക്കും. അതായത് ഞാൻ അറിഞ്ഞോ അറിയാതെയോ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ പഠിച്ചിരുന്നു അല്ലെങ്കിൽ നിത്യജീവിതത്തിൽ പ്രയോഗിച്ചിരുന്നു എന്നൊക്കെ ചിന്തിക്കുമ്പോൾ കുറെയൊക്കെ സന്തോഷം തോന്നാൻ സാധ്യതയുണ്ട്. ഇനി നമുക്ക് ഈ വെർട്ടെക്സിനെ കുറിച്ച് പറയാം. വെർട്ടെക്സിന്റെ കോർഡിനേറ്റ് H and K ആണ്. ഇപ്പോ y = ax² + bx + c എന്ന് പറയുന്ന ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണ് നിങ്ങളുടെ മുന്നിൽ ഉള്ളതെങ്കിൽ അതിൽ നിന്നും നമുക്ക് എങ്ങനെ ഈ വെർട്ടെക്സ് കണ്ടുപിടിക്കാം, ഏത് പോയിന്റിലാണ് ഈ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ടേൺ ചെയ്യുന്നത് എന്ന് കണ്ടുപിടിക്കാൻ ഉള്ള മാർഗമാണ് ഫൈൻഡ് ദ വെർട്ടെക്സ്. വെർട്ടെക്സ് കണ്ടുപിടിക്കുന്നതിന് എന്തൊക്കെ കണ്ടുപിടിക്കണം? H കണ്ടുപിടിക്കണം, K കണ്ടുപിടിക്കണം. നമുക്കറിയില്ല H എന്താണ് K എന്ന്. അപ്പോൾ നമുക്ക് ആദ്യം H എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് നോക്കാം. H കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ -b/2a. അപ്പൊ നമുക്ക് H കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ കിട്ടി. എങ്ങനെയാണ് H കണ്ടുപിടിക്കുന്നത്? -b/2a. അപ്പോ a എന്താണ്? x² ഗുണോത്തരം അല്ലെങ്കിൽ കോഎഫിഷ്യന്റ്. b എന്താണ്? x-ന്റെ കോഎഫിഷ്യന്റ്. c കോൺസ്റ്റന്റ്. അപ്പോ എയും ബിയും സിയും നമുക്കറിയാം. അങ്ങനെയെങ്കിൽ H നമുക്ക് വളരെ നിസ്സാരമായി കണ്ടുപിടിക്കാം. അപ്പൊ K എങ്ങനെ കണ്ടുപിടിക്കും? അതൊരു ചോദ്യമാണ്. K കണ്ടുപിടിക്കാനും മാർഗമുണ്ട്. നമുക്ക് H കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ഇക്വേഷനിലെ X-ന്റെ പ്ലേസിൽ, അതായത് റീപ്ലേസ് ദ വാല്യൂ ഓഫ് X വിത്ത് H, X-ന്റെ പ്ലേസിൽ H-ന്റെ ആൻസർ എന്താണോ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഈ K എന്ന് പറയുന്ന കോർഡിനേറ്റും കിട്ടും. സോ y ഓഫ് H ആണ് K എന്ന് അറിഞ്ഞിരിക്കുക. അപ്പോൾ മത്സര പരീക്ഷകൾക്ക് പോകുമ്പോൾ നമ്മൾ കൂടുതൽ കൺഫ്യൂഷൻ അടിക്കരുത്. നമുക്ക് ഇക്വേഷൻ ഉണ്ടെങ്കിൽ നേരെ വെർട്ടെക്സ് ആണ് ചോദ്യമെങ്കിൽ അല്ലെങ്കിൽ വെർട്ടെക്സുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ് വരുന്നതെങ്കിൽ നമുക്ക് വളരെ വിത്തിൻ സെക്കൻഡ്സ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. H എന്താണ്, K എന്താണ്, അപ്പോൾ വെർട്ടെക്സ് എന്താണെന്ന് നമുക്ക് പെട്ടെന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. ഈ വെർട്ടെക്സ് അറിഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷേ മത്സര പരീക്ഷകളിൽ ചോദിക്കുന്നത് ലൈൻ ഓഫ് സിമെട്രി ആയിരിക്കും. ലൈൻ ഓഫ് സിമെട്രി എന്ന് പറയുന്നത് വെർട്ടെക്സിന്റെ X കോർഡിനേറ്റ് ആണ്. അപ്പോൾ ലൈൻ ഓഫ് സിമെട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗ്രാഫിനെ രണ്ടായി മുറിക്കുന്ന ലൈനാണ്. അപ്പോ ഇതിന്റെ നേരെ നടുക്കൂടെ പാസ് ചെയ്യുന്ന ആ ഒരു ലൈൻ അത് ഏത് പോയിന്റിൽ കൂടെ ആണോ, അപ്പൊ ഈ ഒരു ലൈൻ ഈ ഗ്രാഫിനെ കൃത്യം ഈക്വലായി 2 പാർട്ടായിട്ട് തിരിക്കും. അങ്ങനെ 2 പാർട്ടായിട്ട് തിരിക്കുന്നത് കൊണ്ട് ഈ ലൈനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ലൈൻ ഓഫ് സിമെട്രി. ഓക്കെ, ലൈൻ ഓഫ് സിമെട്രി. ഓക്കെ, അപ്പോൾ ഈ ലൈൻ ഓഫ് സിമെട്രിയുടെ ഇക്വേഷൻ ചോദിച്ചാൽ നിങ്ങൾ വേറെ ഒന്നും നോക്കണ്ട. നിങ്ങളുടെ കയ്യിൽ വെർട്ടെക്സ് തന്നിട്ടുണ്ടെങ്കിൽ വെർട്ടെക്സിന്റെ X കോർഡിനേറ്റ് ഏതാണോ അതായിരിക്കും ലൈൻ ഓഫ് സിമെട്രിയെ റെപ്രസെന്റ് ചെയ്യുന്ന പോയിന്റ്. അപ്പൊ നിങ്ങൾക്ക് ലൈൻ ഓഫ് സിമെട്രി X = H. ഇതാണ് ലൈൻ ഓഫ് സിമെട്രിയുടെ ഇക്വേഷൻ. X = H. H എന്താണെന്ന് നിങ്ങൾക്കറിയാം. അപ്പോൾ നമ്മൾ എന്തൊക്കെ പറഞ്ഞു? നമ്മൾ വെർട്ടെക്സ് പറഞ്ഞു, ലൈൻ ഓഫ് സിമെട്രി പറഞ്ഞു, വെർട്ടെക്സ് കാണുന്നുള്ള ഇക്വേഷൻസ് പറഞ്ഞു. അപ്പോ നമുക്കിനി അടുത്ത ഭാഗത്തേക്ക് പോകാം. അടുത്ത ഭാഗം
ഗ്രാഫ് വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഭാഗങ്ങൾ എന്തൊക്കെ? നമ്മൾ ട്രാൻസ്ലേഷൻ റൂൾസ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ 11ാം ക്ലാസ്സിലോ അല്ലെങ്കിൽ 10ാം ക്ലാസ്സിലോ പഠിക്കാൻ സാധ്യതയുണ്ട്. ട്രാൻസ്ലേഷൻ റൂൾ. ഇപ്പോ y ഈക്വൽ ടു y ഈക്വൽ ടു y ഈക്വൽ ടു a ഇൻറ്റു എക്സ് പ്ലസ് ഓർ മൈനസ് എച്ച് ദ ഹോൾ സ്ക്വയർ. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ y is equal to a ഇൻറ്റു എക്സ് പ്ലസ് എച്ച് ദ ഹോൾ സ്ക്വയർ അല്ലെങ്കിൽ y is equal to a ഇൻറ്റു എക്സ് മൈനസ് എച്ച് ദ ഹോൾ സ്ക്വയർ. അപ്പൊ ഇവിടെ നമുക്ക് ഇങ്ങനെ ഒരു ഇക്വേഷൻ ആണ് ഗ്രാഫ് വരയ്ക്കാൻ തന്നിരിക്കുന്നതെങ്കിൽ നിങ്ങൾ മത്സര പരീക്ഷകളിലൊക്കെ ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് കൃത്യമായി എല്ലാ പോയിന്റും കൂടെ പോകുന്ന ഗ്രാഫ് ഒരു കാരണവശാലും ഒരാളും ഒരു പരീക്ഷയ്ക്കും ചോദിക്കത്തില്ല. നമ്മൾ ഗ്രാഫ് വരയ്ക്കുമ്പോൾ മത്സര പരീക്ഷകളിലോ അല്ലെങ്കിൽ നമ്മുടെ സ്കൂൾ എക്സാംസിലോ ഗ്രാഫ് വരയ്ക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഏതൊക്കെ പോയിന്റ് ആണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പരാബളയെ സംബന്ധിച്ചാണെങ്കിൽ പരാബളയുടെ വെർട്ടെക്സ് ശ്രദ്ധിക്കണം, y ഇന്റർസെപ്റ്റ് ശ്രദ്ധിക്കണം. ഈ രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായിട്ടും നമ്മളുടെ സ്കൂൾ എക്സാംസിൽ ടീച്ചേഴ്സ് ശ്രദ്ധിക്കാൻ സാധ്യതയുള്ളത്. ബാക്കി പോയിന്റ്സ് ഒക്കെ അവർ ജസ്റ്റ് കാരണം ഒരു പരാബളയാണെന്ന്, ഒരു കുട്ടിക്ക് ഒരു പരാബളയാണ് ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷന്റെ ഗ്രാഫ് എന്ന് മനസ്സിലായാൽ 50% യു ഗോട്ട് ദ കണ്ടന്റ്. അതാണ് മനസ്സിലാക്കുന്നത്. അപ്പൊ ഇനി ഈ ഗ്രാഫ് എങ്ങനെ വരയ്ക്കാം? നമുക്കപ്പോ y is equal to a into x plus h the whole square എന്ന ഫോർമാറ്റിലാണ് ഒരു ഗ്രാഫ് വരയ്ക്കാൻ തന്നിരിക്കുന്നത്. ഫോർ എക്സാമ്പിൾ ഞാൻ ഇതിനൊരു എക്സാമ്പിൾ എഴുതാം. y is equal to 2 into x plus 2 the whole square എന്ന് പറയുന്ന ഫോർമാറ്റിലാണ് ഒരു ഗ്രാഫ്. ഇവിടെ ഞാൻ വേറൊരു ഇക്വേഷൻ എഴുതാം. y is equal to 5 into എക്സ് മൈനസ് 4 ദ ഹോൾ സ്ക്വയർ എന്ന് പറയുന്ന ഫോർമാറ്റിലാണ് ഒരു ഗ്രാഫ് വരയ്ക്കാൻ തന്നിരിക്കുന്നതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? പെട്ടെന്ന് തന്നെ ഗ്രാഫ് വരയ്ക്കാൻ ഉള്ള വളരെ എളുപ്പ വഴി ഇതാണ്. നിങ്ങൾ ഈ ഗ്രാഫ് ഹൊറിസോണ്ടലി മൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ടൈപ്പ് ഗ്രാഫാണിത്. എക്സ് പ്ലസ് 2 അല്ലെങ്കിൽ എക്സ് മൈനസ് 4 എന്ന് പറയുമ്പോൾ നിങ്ങൾ ആദ്യം y is equal to x സ്ക്വയറിന്റെ ഗ്രാഫ് എന്താണെന്ന് അറിയാമല്ലോ. നിങ്ങൾക്ക് y is equal to x സ്ക്വയറിന്റെ ഗ്രാഫ് എന്താണെന്ന് അറിയാം. അത് ഒരു പരാബളയാണ്. അപ്പൊ ഒരു പരാബള നമ്മൾ വരയ്ക്കുക. ഓക്കെ, സോ ഒരു പരാബള വരയ്ക്കുക. ഇത് നിങ്ങൾക്ക് ഇങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ചെയ്യേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് ഒറ്റയടിക്ക് എല്ലാം കൂടെ കഴിഞ്ഞതിന് ശേഷം, മീൻസ് ഒറിജിനൽ ഒരു ഗ്രാഫ് വരയ്ക്കുന്നു, പിന്നെ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നു, അതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഫൈനൽ റിസൾട്ട് വരച്ചാലും മതി. ഇപ്പൊ നിങ്ങൾക്കൊന്ന് മനസ്സിലാകാൻ വേണ്ടിയാണ് നിങ്ങൾ ഇത് വരയ്ക്കുക. അതിനുശേഷം സപ്പോസ് നമുക്ക് ഈ എയുടെ വാല്യൂ തൽക്കാലത്തേക്ക് 1 എന്നുള്ള തരത്തിൽ നിജപ്പെടുത്തി ഗ്രാഫ് വരയ്ക്കാം. അത് നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാകുന്നതിന് വേണ്ടിയാണ്. ഓക്കെ, അപ്പൊ ഞാൻ ഈ എയുടെ വില 1 എന്ന് രണ്ട് ഇക്വേഷനിലും നിജപ്പെടുത്തിയിരിക്കുന്നു. ഓക്കെ, അപ്പോ നമ്മളുടെ ഇക്വേഷൻ y is equal to x plus 2 the whole square ആണ്. ഇവിടെ y is equal to x minus 4 the whole square ആണ്. അപ്പോ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്, ഇവിടെ ഈ ബ്രാക്കറ്റിനുള്ളിലുള്ള ഈ സൈൻ പ്ലസ് ആണെങ്കിൽ നിങ്ങളുടെ ഗ്രാഫ്, ഈ ബേസ് ഗ്രാഫ് y is equal to x സ്ക്വയർ എന്ന് പറയുന്ന ബേസ് ഗ്രാഫ് 2 യൂണിറ്റ് ഇടത്തേക്ക് മാറുക. അപ്പോ എ പോസിറ്റീവ് ആണെങ്കിൽ ടുവേഴ്സ് ലെഫ്റ്റ്. ഓക്കെ, അപ്പൊ 2 യൂണിറ്റ് ഇടത്തേക്ക് മാറുമ്പോൾ നമുക്ക് കിട്ടുന്ന ഗ്രാഫ് ഇതാണ്. ഇത് 1, ഇത് 2 എന്നാണെങ്കിൽ നമ്മുടെ ഗ്രാഫ് അപ്രോക്സിമേറ്റ്ലി ഇങ്ങനെ ഇരിക്കും. ഇതാണ് നിങ്ങളുടെ ഗ്രാഫ്. y is equal to x plus 2 ന്റെ ഗ്രാഫ്. ഇനി x മൈനസ് 4 ആണെങ്കിലോ, അപ്പോ ഇവിടെ എന്താ? a നെഗറ്റീവ് ആണ്. a നെഗറ്റീവ് ആണെങ്കിൽ ടുവേഴ്സ് റൈറ്റിലേക്ക് മാറ്റി വരയ്ക്കണം. അപ്പോ റൈറ്റിലേക്ക് മാറ്റി ഗ്രാഫ് വരയ്ക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് ഗ്രാഫ് കിട്ടും? ഒന്ന് പരിശോധിച്ച് നോക്കൂ. 1, 2, 3, 4. ഓക്കെ, സോ നിങ്ങളുടെ ഗ്രാഫ് ഏകദേശം ഇങ്ങനെ വരും. ഇതാണ് നിങ്ങളുടെ ഗ്രാഫ്.
ഓക്കെ. സോ എന്താ ഇവിടെ സംഭവിച്ചത്? എ പോസിറ്റീവ് ആണെങ്കിൽ ഇടത്തേക്കും എ നെഗറ്റീവ് ആണെങ്കിൽ വലത്തേക്കും അത്രയും യൂണിറ്റ് മാറ്റി വരയ്ക്കുക. അതാണ് ഇത്തരത്തിലുള്ള ഗ്രാഫുകളുടെ പ്രത്യേകത. ഇനി മറ്റൊരു തരത്തിലുള്ള ഗ്രാഫിനെ കുറിച്ച് നമുക്ക് നോക്കാം. വീണ്ടും നമുക്കൊരു ആക്സിസ് വരയ്ക്കാം. ആക്സിസ് വരച്ചു. ഓക്കെ, എക്സ് ആക്സിസ്, വൈ ആക്സിസ്, then ഒരു വ്യത്യസ്ത കളർ സ്വീകരിക്കാം. ഇനി നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ കയ്യിലുള്ള ഇക്വേഷൻ y is equal to ax² പ്ലസ് ഓർ മൈനസ് k എന്ന ഫോർമാറ്റിൽ. അതായത് ഉദാഹരണത്തിന് y is equal to x² plus 2 അല്ലെങ്കിൽ y is equal to x² minus 8. ഓക്കെ, എന്നുള്ള ഫോർമാറ്റിലാണ് നമ്മുടെ കയ്യിൽ ഇക്വേഷൻസ് ഉള്ളതെങ്കിൽ നമുക്ക് പെട്ടെന്ന് എങ്ങനെ ഗ്രാഫ് വരയ്ക്കാം? ഇത് നോക്കൂ, y is equal to ax² പ്ലസ് k അല്ലെങ്കിൽ y is equal to ax² minus k എന്ന് പറയുന്ന തരത്തിലുള്ളതാണ്. അപ്പൊ ഈ ഒരു ഫോർമാറ്റിലാണ് നിങ്ങളുടെ ഇക്വേഷൻ എങ്കിൽ ചിന്തിച്ചുകൊള്ളുക, അവിടെ വെർട്ടിക്കൽ ട്രാൻസ്ലേഷൻ ആണ് സംഭവിക്കുന്നത്. നേരെ മുകളിലോട്ടോ താഴോട്ടോ ആണ് നിങ്ങളുടെ ബേസ് ഗ്രാഫ് പോകേണ്ടത്. അപ്പൊ നിങ്ങൾക്കറിയാം, നിങ്ങൾക്കൊരു ബേസ് ഗ്രാഫ് ദേ ഇവിടെ ഉണ്ട്. സപ്പോസ് ഇതാണ് നിങ്ങളുടെ ബേസ് ഗ്രാഫ്. എന്റെ പരാബിള അത്ര വൃത്തിയുള്ളതല്ല എങ്കിലും സപ്പോസ് നിങ്ങൾ പരാബിള ആയിട്ട് കൺസിഡർ ചെയ്യുക. അപ്പൊ നിങ്ങൾക്കൊരു വെർട്ടിക്കൽ ഒരു ബേസ് ഗ്രാഫ് ഇവിടെ ഉണ്ട്. അപ്പൊ ഇവിടെ x² പ്ലസ് 2, ഇവിടെ എ പോസിറ്റീവ് ആണ്. എ പോസിറ്റീവ് ആണെങ്കിൽ ഗ്രാഫ് അത്രയും യൂണിറ്റ് മുകളിലേക്ക് പോവുക. അപ്പൊ ഞാൻ ഇവിടെ 1 2 എന്നിടുന്നു. അപ്പൊ എന്റെ ഗ്രാഫ് ഏകദേശം ഇങ്ങനെയായിരിക്കും. ഇതാണ് ഗ്രാഫ് ആഫ്റ്റർ ട്രാൻസ്ലേഷൻ. ഇനി നെഗറ്റീവ് ആണെങ്കിലോ അത്രയും പോയിന്റ് താഴേക്ക് പോവുക. 1 2 3 4 5 6 7 8. സോ നിങ്ങളുടെ ഗ്രാഫ് ദേ ഇവിടെ കാണുന്നത് പോലെ ഇങ്ങനെ ഇരിക്കും. ഓക്കെ, അപ്രോക്സിമേറ്റ്ലി ഇങ്ങനെ ഇരിക്കും. ദിസ് ഈസ് യുവർ ഗ്രാഫ്. ഓക്കെ, സോ അപ്പോൾ നമ്മൾ നേരത്തെ പഠിച്ചത് ഒന്ന്, ഇത് രണ്ടാമത്തെ മോഡൽ. ഇനി നിങ്ങൾക്കൊരു കോമ്പിനേഷൻ ആണെന്ന് വരുന്നതെന്നിരിക്കട്ടെ. അപ്പോൾ ഉദാഹരണത്തിന് ഞാൻ വീണ്ടും ഒരു ഗ്രാഫ്, ഒരു എക്സ് ആൻഡ് വൈ കോർഡിനേറ്റ് വരയ്ക്കുകയാണ്. അത്ര വൃത്തിയില്ല എങ്കിൽ പോലും ഒരു എക്സ് ആൻഡ് വൈ കോർഡിനേറ്റ്. ഇപ്പൊ നിങ്ങൾക്ക് ഒരു ഗ്രാഫ് വരയ്ക്കാൻ പറയാണ്. y is equal to a into x minus h the whole square plus k എന്ന് പറയുന്ന തരത്തിലാണ് ഒരു ഗ്രാഫ് വരയ്ക്കാൻ പറഞ്ഞതെങ്കിൽ എന്ത് ചെയ്യും? നിങ്ങൾ ഈ ഗ്രാഫിനെ h യൂണിറ്റ് നിങ്ങൾക്കൊരു ജനറൽ ഗ്രാഫ് ഉണ്ട്. സോ ഞാൻ അതൊരു നീല മഷിക്ക് വരയ്ക്കാം. ഇങ്ങനെ ഒരു ഗ്രാഫ് ഉണ്ടെന്നിരിക്കട്ടെ. ഈ ഗ്രാഫിനെ a into x minus h ആണെങ്കിൽ എന്ത് സംഭവിക്കും? അത് ഫസ്റ്റ് h യൂണിറ്റ് റൈറ്റിലേക്ക് മാറും. സോ h യൂണിറ്റ് റൈറ്റിലേക്ക് മാറിയുള്ള ഗ്രാഫ് ഇതാണ്. അതിനുശേഷം എന്ത് ചെയ്യണം? അതിനെ k യൂണിറ്റ് മുകളിലേക്ക്, സപ്പോസ് ഇതാണ് k എന്നിരിക്കട്ടെ. സോ k യൂണിറ്റ് മുകളിലേക്ക് ഈ ഗ്രാഫ് ട്രാവൽ ചെയ്യും. സോ ഇതാണ് നിങ്ങളുടെ ഫൈനൽ ഗ്രാഫ്, ഇതാണ് നിങ്ങളുടെ ആക്ച്വൽ ആൻസർ. സോ ഇത് കുറേയേറെ പ്രാക്ടീസ് ചെയ്ത് കഴിയുമ്പോൾ വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് എങ്ങനെ ഗ്രാഫ് ചെയ്യണമെന്ന് മനസ്സിലാക്കാൻ പറ്റും, എങ്ങനെ ഇതിന്റെ വെർട്ടെക്സ് പറയണമെന്ന് അറിയാൻ പറ്റും. ക്വസ്റ്റ്യൻ കാണുമ്പോഴേ നിങ്ങൾക്ക് വെർട്ടെക്സ് പറയാൻ പറ്റും. കാരണം ഇവിടെ എങ്ങനെയൊക്കെയാണ് ട്രാൻസ്ലേഷൻ നടക്കുന്നത്, എത്ര യൂണിറ്റ് മുകളിലേക്ക് പോകാം, എത്ര യൂണിറ്റ് താഴേക്ക് പോകാം, അല്ലെങ്കിൽ എത്ര യൂണിറ്റ് ഇടത്തേക്കോ വലത്തേക്കോ മാറാം എന്ന് ഈ 3 ടൈപ്പ് ഇക്വേഷൻസ് മനസ്സിലാക്കി വെച്ചിരുന്നാൽ വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റും. ഇനി ഇതിനിടയിൽ ഞാൻ വിട്ടുപോയ ഒരു കാര്യം കൂടി സൂചിപ്പിക്കാം. y is equal to ax² plus bx plus c എന്ന് പറയുന്ന ഈ ഇക്വേഷനിൽ
എയുടെ വില നമ്മളെ വളരെയധികം സ്വാധീനിക്കും. എയുടെ വില പോസിറ്റീവ് ആണെങ്കിൽ നമ്മളുടെ ഗ്രാഫ്, എയുടെ വില പോസിറ്റീവ് ആണെങ്കിൽ നമ്മുടെ ഗ്രാഫ് ഓപ്പൺ അപ്വേർഡ്. എയുടെ വില നെഗറ്റീവ് ആണെങ്കിൽ നമ്മുടെ ഗ്രാഫ് എയുടെ വില നെഗറ്റീവ് ആണെങ്കിൽ നമ്മളുടെ ഗ്രാഫ് ഓപ്പൺ ഡൗൺവേർഡ് ആയിരിക്കും. അപ്പോ അങ്ങനെ വരുമ്പോ നമ്മൾ രണ്ട് കാര്യങ്ങൾ കൂടി ചർച്ച ചെയ്യണം. എന്താണ് മാക്സിമം ആൻഡ് മിനിമം? മാക്സിമം ആൻഡ് മിനിമം. മാക്സിമം ആൻഡ് മിനിമം എപ്പോഴും നമ്മൾ ചർച്ച ചെയ്യുന്നത് ക്വാഡ്രാറ്റിക് ഇക്വേഷനിലാണ്. നിങ്ങളുടെ ഹയർ ക്ലാസ്സുകളിലും ക്വാഡ്രാറ്റിക് ഇക്വേഷനുമായി ബന്ധപ്പെട്ടിട്ടാണ് നമ്മൾ മാക്സിമം ആൻഡ് മിനിമം ചർച്ച ചെയ്യാറുള്ളത്. നിങ്ങൾ റിയൽ വേൾഡ് എക്സാമ്പിൾസ് ഒക്കെ പരിശോധിക്കുന്ന സമയത്ത് ഈ മാക്സിമം ആൻഡ് മിനിമം ചർച്ച ചെയ്യുന്നത് മാക്സിമം പോപ്പുലേഷൻ അല്ലെങ്കിൽ മാക്സിമം നമ്പർ ഓഫ് വോട്ട്സ് അല്ലെങ്കിൽ മാക്സിമം എമൗണ്ട് ഓഫ് മണി ക്യാൻ ബി കളക്ട് ഫ്രം എ പർട്ടിക്കുലർ ഇവന്റ്. അതൊക്കെ നമ്മൾ കുറച്ച് മാത്തമാറ്റിക്കലി ചിന്തിച്ചൊരു ഗ്രാഫ് വരച്ച് നോക്കിയാൽ നമ്മൾ മാക്സിമം ചർച്ച ചെയ്യുമ്പോൾ ആ ഗ്രാഫ് എപ്പോഴും ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷനെ റെപ്രസെന്റ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ എങ്ങനെയാണ് മാക്സിമം ആണോ മിനിമം ആണോ എന്ന് നമുക്ക് പരിശോധിക്കാൻ കഴിയുന്നത്? എ പോസിറ്റീവ് ആണെങ്കിൽ ഗ്രാഫ് ഓപ്പൺ അപ്വേർഡ് ആണല്ലോ. അപ്പോൾ എ പോസിറ്റീവ് ആയിട്ടുള്ള ഗ്രാഫുകൾക്കൊക്കെ ഒരു മിനിമം പോയിന്റ് ആയിരിക്കും ഉള്ളത്. എ പോസിറ്റീവ് ആയിട്ടുള്ള, നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ ഓർത്തു വെക്കാൻ കഴിയുന്നതാണ്. നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഇക്വേഷന്റെ എ കോഎഫിഷ്യന്റ് ഓഫ് എക്സ് സ്ക്വയർ പോസിറ്റീവ് ആണെങ്കിൽ ആ ഗ്രാഫിന് എപ്പോഴും ഒരു മിനിമം ആയിരിക്കും ഉള്ളത്. ഇനി എ നെഗറ്റീവ് ആണെങ്കിലോ, എ നെഗറ്റീവ് ആണെങ്കിൽ ആ ഗ്രാഫ് ഓപ്പൺ ഡൗൺവേർഡ് ആയിരിക്കും. അതുകൊണ്ട് അതിനൊരു മാക്സിമവും ആയിരിക്കും ഉള്ളത്. അപ്പൊ മാക്സിമം മിനിമം അത് മറക്കരുത്. അവിടെ എങ്ങനെ മാക്സിമം അല്ലെങ്കിൽ മിനിമം കണ്ടുപിടിക്കാന്ന് ചോദിച്ചാൽ അവിടെ വെർട്ടെക്സ് കണ്ടുപിടിച്ചാൽ, നിങ്ങൾക്ക് മാക്സിമം ഓർ മിനിമം പോയിന്റ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നിങ്ങൾ അതിന്റെ വെർട്ടെക്സ് കണ്ടുപിടിച്ചാൽ മതി. വെർട്ടെക്സ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ നേരത്തെ വിവരിച്ചിരുന്നു. വെർട്ടെക്സ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻസ് ഉപയോഗിക്കുക, എക്സ് കോർഡിനേറ്റ് കണ്ടുപിടിക്കുക. ആ എക്സ് കോർഡിനേറ്റ് തന്നിരിക്കുന്ന ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിന്റെ വൈ കോർഡിനേറ്റും കിട്ടും. അത് മാക്സിമമോ മിനിമമോ ആയി നിങ്ങൾക്ക് വിവരിച്ച് എഴുതാവുന്നതാണ്. ഇനി അവസാനമായിട്ട് കുഞ്ഞു ക്ലാസ്സുകൾക്ക്, അതായത് 8, 9, 10 ക്ലാസ്, 10, 11 ക്ലാസ് വരെ അറിഞ്ഞിരിക്കേണ്ട, 12ാം ക്ലാസ്സിലും വേണം എങ്കിലും ഇതൊക്കെ 11ാം ക്ലാസ് വരെയുള്ള ടെസ്റ്റുകൾക്കാണ് കൂടുതൽ ഉപയോഗപ്രദമായിട്ടുള്ളത്. അതായത് എങ്ങനെ ഒരു ഇക്വേഷൻ എഴുതാം? റൈറ്റിംഗ് a quadratic equation. ഇപ്പോ നമ്മുടെ കയ്യിൽ രണ്ട് റൂട്ട്സ്, നമ്മൾ റൂട്ട്സ് എന്നാണ് പറയുന്നത്. സൊല്യൂഷൻ ഓഫ് എ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ, അതിനെ നമ്മൾ റൂട്ട്സ് എന്ന പേരിലാണ് വിളിക്കുന്നത്. അപ്പോൾ R1ഉം R2ഉം ഈ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ രണ്ട് സൊല്യൂഷൻസ് ആണെങ്കിൽ നമുക്ക് എങ്ങനെ ഇതിന്റെ ആ ഇക്വേഷൻ, എൻ്റെ കയ്യിൽ ഈ രണ്ട് റൂട്ട്സ് മാത്രമേ ഉള്ളൂ, അപ്പൊ എങ്ങനെ ആ ഒരു ഇക്വേഷൻ ഫോം ചെയ്യാമെന്ന് ചോദിച്ചാൽ ഒറ്റയടിക്ക് ഓർത്തു വെക്കുക, നമ്മുടെ ഇക്വേഷൻ, ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ് എപ്പോഴും ഒരു ജനറൽ ഫോർമാറ്റിലാണ്. അതായത് R1 R2 നമ്മുടെ ഇക്വേഷന്റെ റൂട്ട് ആണെന്ന് സങ്കല്പിച്ചാൽ ഇക്വേഷൻ ഇങ്ങനെ ആയിരിക്കും. എക്സ് സ്ക്വയർ മൈനസ്, എപ്പോഴും മൈനസ് ആയിരിക്കും, സം ഓഫ് റൂട്ട്സ്, അതായത് R1 പ്ലസ് R2 ഇൻറ്റു എക്സ് പ്ലസ് പ്രോഡക്റ്റ് ഓഫ് റൂട്ട്സ്, അതായത് R1 R2 ഈക്വൽ ടു 0. ഇതായിരിക്കും നിങ്ങളുടെ ഇക്വേഷൻ. എപ്പോ എടുത്തു നോക്കിയാലും ഇത് തന്നെയായിരിക്കും ഇക്വേഷൻ. അപ്പൊ ചില കേസുകളിൽ എക്സ് സ്ക്വയറിന്റെ കോഎഫിഷ്യന്റ് 1 ആയിരിക്കില്ല. ഓക്കെ, അപ്പൊ നമ്മുടെ ഇക്വേഷൻ നമുക്ക് ഒന്ന് റീറൈറ്റ് ചെയ്യാം. എ ഇൻറ്റു എക്സ് സ്ക്വയർ മൈനസ് R1 പ്ലസ് R2 ഇൻറ്റു എക്സ് പ്ലസ് R1 R2 ഈക്വൽ ടു 0. ഇതായിരിക്കും നിങ്ങളുടെ ഇക്വേഷൻ. അപ്പോൾ നമുക്ക് റൂട്ട്സ് ഉണ്ടെങ്കിൽ എങ്ങനെ ഇക്വേഷൻ എഴുതാം? ഇനി നമുക്ക് സം ഓഫ് റൂട്ട്സ്, പ്രോഡക്റ്റ് ഓഫ് റൂട്ട്സ്, ഇപ്പൊ നമുക്ക് എ ബി സി മാത്രം അറിയുന്നു എന്നിരിക്കട്ടെ. അപ്പൊ നമുക്ക് സം ഓഫ് റൂട്ട്സ് R1 R2
R1 പ്ലസ് R2 എന്നതിന് -B/A ആണ് R1 പ്ലസ് R2. ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഉണ്ടെങ്കിൽ -B/A ആയിരിക്കും R1 പ്ലസ് R2. R1 R2 അതായത് അതിന്റെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് C/A ആയിരിക്കും. അപ്പോ ഈ ചെറിയ ചെറിയ നുറുങ്ങുകളൊക്കെ മനസ്സിൽ ഓർത്തു വെച്ചിരുന്നാൽ വളരെ പെട്ടെന്ന് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്ന് പറഞ്ഞ ചാപ്റ്റർ വളരെ മനോഹരമായ ഒരു ചാപ്റ്റർ ആണ്. വളരെ ആസ്വദിച്ച് നമുക്ക് അതിലെ പ്രോബ്ലംസ് ഓരോന്നും ചെയ്യാൻ കഴിയും. ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ അറിവുകൾ നമ്മളുടെ അറിവ് സമ്പാദനത്തിലേക്ക് കൂട്ടിവെച്ചാൽ നമുക്ക് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്ന് പറയുന്ന ആ ചാപ്റ്റർ വളരെ എളുപ്പത്തിൽ വളരെ മനോഹരമായി പഠിച്ച് അവസാനിപ്പിക്കുവാൻ കഴിയുന്ന ഒന്നാണ്. ഇനി ഇതിലെ വളരെ തന്ത്രപ്രധാനമായ വളരെ ഉപയോഗപ്രദമായ എന്നാൽ അല്പം പുതുമയുള്ള ഒരു ഭാഗത്തേക്ക് നമുക്ക് കടക്കാം. അതാണ് ഈ വീഡിയോയുടെ ഏറ്റവും അവസാന ഭാഗം. ശ്രദ്ധിക്കുക. നമ്മൾ ടോർച്ച് ലൈറ്റ് കണ്ടിട്ടുണ്ടാകും അല്ലെ? ടോർച്ച് ലൈറ്റ് ഏകദേശം ഇങ്ങനെയൊക്കെയാണ് ഇരിക്കുന്നത്. ഓക്കെ, ഇനി ഇതിന്റെ ഉള്ളിൽ ഒരു ലെൻസ് ഉണ്ട്. അതിന്റെ ഒരു ഷേപ്പ് ഏകദേശം ഇതാണ്. പരിശോധിച്ചാൽ മനസ്സിലാകും. അവിടെ ഒരു ലൈറ്റ് ഉണ്ടാകും. ഓക്കെ, അവിടെ ഒരു ലൈറ്റ് ഉണ്ടാകും. ആ ലൈറ്റിൽ നിന്നാണ് എന്താണ് നമ്മുടെ പ്രകാശം പുറത്തേക്ക് പോകുന്നത്. ഇനി ഈ ഒരു കർവിനെ മാത്രമായി പുറത്തേക്ക് എടുത്തൊന്ന് വരച്ചു നോക്കാം നമുക്ക്. ഏകദേശം ഇങ്ങനെ ഇരിക്കും. ഒന്ന് നോക്കൂ, നമ്മൾ ഇതുവരെ പഠിച്ചത് എന്താ? പരാബിള. ഓക്കെ, ഇനി ഞാൻ കുറച്ച് മാത്തമാറ്റിക്കൽ ആയിട്ട് ഈ സാധനത്തിനെ പറയാൻ പോവുകയാണ്. ഈ ലെൻസ്, ഈ ലെൻസിന്റെ ഈ ഭാഗത്തെ ഞാൻ വെർട്ടെക്സ് എന്ന് വിളിക്കും. ഇതൊരു പരാബോളിക് ഷേപ്പ് ആയതുകൊണ്ട് ഈ ഭാഗത്തെ ഞാൻ വെർട്ടെക്സ് എന്ന് വിളിക്കും. ഈ ഭാഗത്തിന് പുറത്തേക്കാണല്ലോ നമ്മുടെ നമ്മുടെ ലൈറ്റ് നിൽക്കുന്നത്. ഈ പോയിന്റ് അല്ലേ, ഇവിടുന്ന് കുറച്ചുകൂടെ മുമ്പോട്ടാണ് ലൈറ്റ് നിൽക്കുന്നത്. ഓക്കെ, അതുകൊണ്ട് ഞാൻ പറയും ഈ ലൈറ്റ് ഈ ലെൻസ് ഉപയോഗിച്ച് ഇവിടെ തട്ടി ഇങ്ങനെയാണ് പുറത്തേക്ക് പോകുന്നത്. ഇങ്ങനെ. കണ്ടില്ലേ? അപ്പോ ഇങ്ങനെ. ഓക്കെ, ഇനി ലൈറ്റിന്റെ കാര്യം അവിടെ നിൽക്കട്ടെ. നമുക്ക് വിഷയത്തിലേക്ക് വരാം. വിഷയം ഇങ്ങനെയാണ്. ഓ മൈ ഗോഷ്. ഓക്കെ, എന്താണ് ഫോക്കസ്? എന്താണ് ഡയറക്ട്രിക്സ്? വളരെ പെട്ടെന്ന് പറഞ്ഞ് എടുക്കാൻ കഴിയുന്ന, മനസ്സിലാക്കാൻ കഴിയുന്ന രണ്ട് കാര്യങ്ങളാണ് ഫോക്കസ് അഥവാ ഡയറക്ട്രിക്സ്. എന്നാൽ നമ്മൾ ഈ പരാബോള അല്ലെങ്കിൽ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ പഠിക്കുമ്പോൾ വളരെയധികം അറിഞ്ഞിരിക്കേണ്ടതും ആയ ഒന്നാണ് ഈ രണ്ട് ടേംസ്. ഇതൊരു പരാബോള ആണെന്നിരിക്കട്ടെ. ഇതാണ് അതിന്റെ ലൈൻ ഓഫ് സിമെട്രി. ലൈൻ ഓഫ് സിമെട്രി കുറച്ച് മോശമായിപ്പോയി. ഓക്കെ, കുറച്ച് നല്ലോണം വരയ്ക്കാം. ഇതാണ് അതിന്റെ ലൈൻ ഓഫ് സിമെട്രി. സപ്പോസ് ഇതാണ് അതിന്റെ ലൈൻ ഓഫ് സിമെട്രി എന്നിരിക്കട്ടെ. ഈ പോയിന്റിനെ ഈ പോയിന്റിനെ ഞാൻ വെർട്ടെക്സ് എന്ന് വിളിക്കും. എന്താണ് വിളിക്കുന്നത്? വെർട്ടെക്സ്. ഇതിൽ നിന്നും ഒരു പ്രത്യേക അകലത്തിലുള്ള ഒരു പോയിന്റ്, അത് ഫോക്കസ്. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ആ ലൈറ്റ് ആണ് ഫോക്കസ്. ബൾബ്, നമ്മുടെ ടോർച്ചിനുള്ളിലെ ബൾബാണ് ഫോക്കസ് പോയിന്റ്. ഇതിൽ നിന്നും തുല്യ അകലത്തിൽ, അതായത് വെർട്ടെക്സിൽ നിന്നും നേരെ മുകളിലാണ് ഫോക്കസ് എങ്കിൽ അതേപോലെ തന്നെ ഒരു അകലത്തിൽ താഴെ ഒരു പോയിന്റ് ഉണ്ടാകും. അത് നമ്മുടെ
എക്സ് ആക്സിസിന് പാരലൽ ആയിട്ടുള്ള ഒരു ലൈൻ ആയിരിക്കും. ആ ലൈന് പറയുന്ന പേരാണ് ഡയറക്ട്രിക്സ്. തൽക്കാലം നിങ്ങളുടെ 9, 10, 11, 12 ക്ലാസ്സുകളിലെ കുട്ടികൾ ഈ പേര് ഓർത്തു വെക്കുക. അതിന്റെ പിറകിലുള്ള തിയറി എന്താണ്, അല്ലെങ്കിൽ അത് കണ്ടുപിടിക്കുന്നതിനുള്ള മാർഗം കൂടി പഠിച്ചു വെക്കുക. എന്താണ് ഫോക്കസ്, എന്താണ് ഡയറക്ട്രിക്സ്, അത് എങ്ങനെയാണ് നമ്മളുടെ പരാബിള അല്ലെങ്കിൽ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷനെ അഫക്റ്റ് ചെയ്യുന്നതെന്ന് കുറച്ചുകൂടി ഹയർ ലെവൽ ആൾജിബ്രയിൽ വരുന്ന കാര്യങ്ങളാണ്. തൽക്കാലം അത് ഇവിടെ പരാമർശിക്കുന്നില്ല. ഞങ്ങൾ എന്താണ് ഫോക്കസ്, എങ്ങനെ കണ്ടുപിടിക്കാം ഫോക്കസ് എന്ന് പഠിച്ചു വെക്കാം. ഫോക്കസ് കണ്ടുപിടിക്കാൻ ഫോക്കസിന്റെ കോർഡിനേറ്റിനെ കുറിച്ച് മാത്രമേ പറയുന്നുള്ളൂ. ഫോക്കസിന്റെ കോർഡിനേറ്റ് എന്നാൽ നമുക്ക് എപ്പോഴും വെർട്ടക്സിന്റെ എക്സ് കോർഡിനേറ്റ് ആയിരിക്കും ഫോക്കസിന്റെയും എക്സ് കോർഡിനേറ്റ്. അതുകൊണ്ട് ഫോക്കസിന്റെ എക്സ് കോർഡിനേറ്റിന് നമുക്ക് എച്ച് എന്ന് എഴുതാം. ഓക്കെ, ഫോക്കസിന്റെ എക്സ് കോർഡിനേറ്റ് നമുക്ക് എച്ച് എന്ന് എഴുതാം. ഇനി ഇതിന്റെ വൈ കോർഡിനേറ്റ് എന്തായിരിക്കും? അത് എന്തായാലും വെർട്ടക്സിന്റെ വൈ കോർഡിനേറ്റ് കെ ആണ്. കെയിൽ നിന്നും കുറച്ചുകൂടി മുകളിലേക്ക് ഇത് പോയിരിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ തൽക്കാലം കെ പ്ലസ് പി എന്ന് എഴുതുന്നു. പി എന്താണെന്ന് ഞാൻ പറയാം. ഡയറക്ട്രിക്സ് കൂടെ പറഞ്ഞതിന് ശേഷം പി എന്താണെന്ന് പറയാം. അപ്പൊ ഫോക്കസ് എങ്ങനെ കണ്ടുപിടിക്കാം? ഫോക്കസിന്റെ കോർഡിനേറ്റ് ഇതാണ്, എച്ച് കോമ കെ പ്ലസ് പി. ഇനി ഡയറക്ട്രിക്സ് പറഞ്ഞു. ഡയറക്ട്രിക്സ് ഏകദേശം ഫോക്കസ് എത്രയാണോ അവിടെ നിന്നും അതേ ദൂരം ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ സഞ്ചരിക്കുമ്പോഴാണ് നമുക്ക് ഡയറക്ട്രിക്സ് കിട്ടുന്നത്. ഇത് അറിഞ്ഞിരിക്കുക, ഫോക്കസിന്റെ നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും എപ്പോഴും ഡയറക്ട്രിക്സ്. ഓക്കെ, അപ്പോൾ ഡയറക്ട്രിക്സ് എന്ന് പറയുന്നത് ഒരു ലൈൻ ആണ്. ആ ലൈൻ എങ്ങനെ പാസ് ചെയ്യുന്നതാണ്? എക്സ് ആക്സിസിന് ഹൊറിസോണ്ടലായി പാസ് ചെയ്യുന്ന ഒരു ലൈനാണ്. എപ്പോഴും എക്സ് ആക്സിസിന് ഹൊറിസോണ്ടലായി പാസ് ചെയ്യുന്ന ലൈന് നമ്മൾ എപ്പോഴും y ഈക്വൽ ടു എന്ന ഫോർമാറ്റിലാണ് എഴുതാറുള്ളത്. അതുകൊണ്ട് ഈ ലൈനെയും ഞാൻ അങ്ങനെ തന്നെ എഴുതുന്നു, y ഇസ് ഈക്വൽ ടു k മൈനസ് പി. ഓക്കെ, അങ്ങനെ എഴുതുന്നു, y ഇസ് ഈക്വൽ ടു k മൈനസ് പി. ഇനി ഞാൻ എന്താണ് p എന്നതിനെ കുറിച്ച് പറയാം. p എന്നാൽ p കണ്ടുപിടിക്കാനും നമുക്കൊരു ഇക്വേഷൻ ഉണ്ട്. p ഇസ് ഈക്വൽ ടു 1/4a. ഇതാണ് p കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 3 കാര്യങ്ങളാണ് പറഞ്ഞത്. ഒന്ന് ഫോക്കസ്, 2 ഡയറക്ട്രിക്സ്. ഇനി ഈ ഫോക്കസിലും ഡയറക്ട്രിക്സിലുമുള്ള p എന്താണ്? p ഇസ് ഈക്വൽ ടു 1/4a. ഇതോടുകൂടി ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്ന ചാപ്റ്റർ 8, 9, 10, 11, 12 ക്ലാസ്സുകൾക്ക് ആവശ്യമായ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്ന ചാപ്റ്ററിലെ തന്ത്രപ്രധാനമായ ഭാഗങ്ങളൊക്കെയും നമ്മളിവിടെ ഡിസ്കസ് ചെയ്തിരിക്കുകയാണ്. നിങ്ങൾ ഈ വീഡിയോ ആസ്വദിച്ചു എന്ന് ഞാൻ കരുതുന്നു. കൂടുതൽ വീഡിയോസും മറ്റ് അനുബന്ധ വിഷയങ്ങളും നിങ്ങൾക്ക് ലഭിക്കുന്നതിനായി എൻ്റെ ഈ വീഡിയോ അല്ലെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ മറക്കാതെ ബെല്ലൈക്കൺ അമർത്തുക. വീണ്ടും അടുത്ത വീഡിയോയിൽ സന്ധിക്കും വരെ വണക്കം.